ബംഗ്ലാദേശിനെതിരായ ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ ഒരു തകർപ്പൻ വിജയമാണ് ഇപ്പോൾ ടീം ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നത്. രണ്ടാം ഇന്നിംഗ്സിൽ ടീം ഇന്ത്യ വെച്ച് നേടിയ 515 റൺസിന്റെ വിജയലക്ഷ്യം പിന്തുടർന്ന ബംഗ്ലാദേശിനെ അശ്വിനാണ് ഇന്ന് തകർത്തെറിഞ്ഞത്. രണ്ടാം ദിനം 4 വിക്കറ്റ് നഷ്ടത്തിൽ ബാറ്റിംഗിനായി എത്തിയ ബംഗ്ലാദേശിന് ആദ്യ സെഷനുകളിൽ അശ്വിന്റെ പ്രഹരമാണ് ഇന്നേറ്റത്. ആദ്യ സെഷനുകളിൽ അശ്വിന്റെ സ്പിൻ ബോളിംഗിന് അതിജീവിക്കാനാവാതെ ബുദ്ധിമുട്ടുകയായിരുന്നു. കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റ് വീണതോടുകൂടി ബംഗ്ലാദേശ് ടീം ഇന്ത്യക്ക് മുൻപിൽ കീഴടങ്ങുന്ന ഒരു കാഴ്ച തന്നെയാണ് കണ്ടത്. നേരത്തെ ടീം ഇന്ത്യ ആദ്യ ഇന്നിംഗ്സിൽ 376 റൺസായിരുന്നു നേടിയിരുന്നത്. അശ്വിന്റെ സെഞ്ചുറി കരുത്തിലാണ് ടീം ഇന്ത്യ ആദ്യ ഇന്നിംഗ്സിൽ മികച്ച ഒരു സ്കോറിലേക്ക് എത്തിയത്. 86 റൺസുമായി ജഡേജയും 56 റൺസുമായി SSC ജയ്സ്വാളുമാണ് ആദ്യ ഇന്നിംഗ്സിൽ ടീം ഇന്ത്യയുടെ ടോപ്പ് സ്കോറർമാരായി മാറിയത്. മറുപടി ബാറ്റിംഗിൽ 149 റൺസിന് ബംഗ്ലാദേശിനെ ഓൾ ഔട്ടാക്കാനായി ടീം ഇന്ത്യയുടെ ബോളിംഗിന് സാധിച്ചിരുന്നു. ബൂംറ 4 വിക്കറ്റ് നേടിയപ്പോൾ സിറാജ്, ആകാശ്ദീപ്, ജഡേജ എന്നിവർ 2 വീതം വിക്കറ്റുകളും നേടിയിരുന്നു. രണ്ടാം ഇന്നിംഗ്സിലാണ് ടീം ഇന്ത്യയുടെ ബാറ്റിംഗ് പവർ ബംഗ്ലാദേശ് ശരിക്കും അറിഞ്ഞത്. കോഹ്ലിക്കും ജയ്സ്വാളിനും രോഹിത് ശർമ്മയ്ക്കും കാലിടറിയപ്പോൾ വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും ഋഷഭ് പന്തും ചേർന്നാണ് ടീം ഇന്ത്യയെ വമ്പനൊരു ലീഡിലേക്ക് തന്നെ എത്തിച്ചത്. ഗില്ല് 119 റൺസുമായി പുറത്താവാതെ നിന്നപ്പോൾ 2 വർഷത്തിനിപ്പുറം ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് മടങ്ങിയെത്തിയ ഋഷഭ് പന്ത് 109 റൺസും സ്വന്തമാക്കി. അങ്ങനെ 515 റൺസിന്റെ വിജയലക്ഷ്യമാണ് രണ്ടാം ഇന്നിംഗ്സിൽ ബംഗ്ലാദേശിന് മുൻപിൽ ടീം ഇന്ത്യ വെച്ചത്. എന്നാൽ ക്യാപ്റ്റൻ നാജ്മുൽ ഹുസൈൻ ഷാൻഡോ മാത്രമാണ് ബംഗ്ലാദേശിനെതിരെ അല്പമെങ്കിലും ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചത്. എന്നാൽ സ്കോർ 194 എത്തി നിൽക്കെ ഷക്കീബ് അൽ ഹസന്റെ നിർണായക വിക്കറ്റ് നേടി പാർട്ണർഷിപ്പ് ബ്രേക്ക് ചെയ്ത അശ്വിൻ ശേഷം വന്ന ലിറ്റൻ ദാസിനെയും മിറാസിനെയും മടക്കിയതോടുകൂടി ബംഗ്ലാദേശിന്റെ വിജയപ്രതീക്ഷകൾ അസ്തമിക്കുകയായിരുന്നു. ഒടുവിൽ 222-ൽ ക്യാപ്റ്റന്റെ വിക്കറ്റ് കൂടി നഷ്ടമായതോടുകൂടി ബംഗ്ലാദേശ് ഇന്ത്യയുടെ മുൻപിൽ പരാജിതരാകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടത്. ജയത്തോടുകൂടി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലേക്ക് ടീം ഇന്ത്യ ഒരു പടി കൂടി അടുത്തിരിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഏറ്റവും പുതിയ ക്രിക്കറ്റ് വാർത്തകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.